ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. അപ്പം നാളെ എനിക്ക് ഓണം സെലിബ്രേഷനാണ്. എനിക്ക് നാളെ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടേനെ അതിൻ്റെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷേ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഫോൺ കാണിക്കാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സിനൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ കുറേ കാര്യം ഞാൻ പാരട്ട ടീച്ചർ കാരണം എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷനാണ്, അടിച്ച് തകർത്ത് പൊളിക്കണം. നാളെ ഞാൻ ഇതിൻ്റെ ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും. കാരണം അമ്മ നാളെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തരണം കേട്ടോ. നാളെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തരണം കേട്ടോ. അമ്മ എന്നെ വിളിക്കുന്ന അപ്പം തൊട്ട് വീഡിയോ വിളിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ഓക്കെ ഗൈസ്, അമ്മ എന്നെ നാളെ ഡേ ഇൻ മൈ ലൈഫാണ്. നാളെ ഞാൻ പോയി വന്നിട്ട് വരണം വരെ ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമായിട്ടില്ല, അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന നാളെ ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ഡ്രസ്സ്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് വരും. ഗേൾസ്, നാളെ എനിക്ക് ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം നാളെ ഞങ്ങൾ അവിടെ സ്റ്റേജ് ഇട്ട് കലോത്സവത്തിൻ്റെ അത് ഞങ്ങളെടുത്ത് കഴിഞ്ഞ ഓണം സെലിബ്രേഷന് ഒരു കുട്ടി ഞാനും കൂടെ, ആരായിരുന്നു, ഇനായല്ല എന്താ ശ്രീലക്ഷ്മി ഞാനും കൂടെ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കടന്ന് ഞാനും ശ്രീലക്ഷ്മിയും എല്ലാം ഗ്യാങ് കൂടി കടന്ന് ആ സ്റ്റേജ് തല്ലി പൊളിച്ച് സ്റ്റേജിൻ്റെ ഒരു ഭാഗം ഇടങ്ങി പോയി. അതത്ര പ്രശ്നമൊന്നായിട്ടില്ല, ഭാഗ്യം പ്രിൻസിപ്പാള് കാണാത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതിനൊക്കെ മേളിൽ തകർത്ത് പൊളിക്കും. പായസം ഉണ്ടാവും. ദൈവമേ, ഞാൻ എന്തൊക്കെ ചെയ്യോ ദൈവമേ. നാളെ ഓട്ടോയിലാണ് പോകുന്നത്. കുട്ടികളൊക്കെ കാണും, എല്ലാവരുടെ അടുത്തും വർത്താനം പറയണേ, ഹാപ്പി ആണെന്ന് പറയണേ.